നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ചർച്ച് ഓഫ് വെയിൽസിൽ നിന്നുള്ള ഒരു വാർത്തയാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. വാർത്ത അതുപോലെ തന്നെ പങ്കുവെക്കുന്നു. വാർത്തയിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ ആസാദിയുടെ അല്ലെങ്കിൽ വ്യക്തിപരമായ എൻ്റെ ഒരു ആശയങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഈ വാർത്ത കണ്ടിട്ട് ഇത്തരം വാർത്തകളെ നമ്മളെന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നൊന്നും ചോദിക്കരുത്. ക്രിസ്തീയ ലോകത്ത് നടക്കുന്ന, ഇൻ്റർനാഷണലി ഗ്ലോബലി നടക്കുന്ന സംഭവങ്ങളെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുന്നു. ഇത് ക്രിസ്തീയ സമൂഹത്തിൻ്റെ അപച്യുതിയുടെ ഒരു നേർക്കാഴ്ചയാണ് എന്നുകൂടെ പറയുന്നു. അതായത് ചർച്ച് ഓഫ് വെയിൽസ് ഈ അടുത്ത സമയത്ത് ഒരു പുതിയ തീരുമാനമെടുത്തിരിക്കുന്നു. സെയിം സെക്സ് മാരേജ്, അതായത് സിവിൽ പാർട്ട്ണർഷിപ്പിലായിരിക്കുന്ന ആളുകൾക്ക് ചർച്ച് ഒഫീഷ്യലി ബ്ലെസ്സിങ് കൊടുക്കുന്നത് അത് പെർമനൻ്റ് ഒരു രീതിയാക്കി മാറ്റിയിരിക്കുന്നു. 2021 മുതൽ ഈ സെയിം സെക്സ് റിലേഷൻഷിപ്പിലുള്ള പാർട്ട്ണർഷിപ്പിലുള്ള അവിടുത്തെ നിയമം അനുസരിച്ച് സിവിൽ പാർട്ട്ണർഷിപ്പ് എന്നാണ് പറയുന്നത്. വിവാഹം പോലെ തന്നെ തുല്യതയുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ്, ഒരു എഗ്രിമെൻ്റാണ്. അതിലേർപ്പെട്ടിരിക്കുന്ന ആളുകളെ ചർച്ച് ആശീർവദിക്കുന്ന, അവരുടെ ആ ഒരു പാർട്ട്ണർഷിപ്പിനെ, മാരേജിനെ ബ്ലെസ് ചെയ്യുന്ന രീതി 2021 മുതലുണ്ടായിരുന്നു. പക്ഷേ അത് ഓരോ വ്യക്തികൾ, പാർട്ട്നേഴ്സ് അപേക്ഷ കൊടുത്ത് ആ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടാണ് അതിനുള്ള പെർമിഷൻ എടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ചർച്ച് ഓഫ് വെയിൽസിൻ്റെ ഗവേണിംഗ് ബോഡി ഒന്നിച്ചു ചേർന്ന് 2/3 ഭൂരിപക്ഷത്തോടുകൂടെ വോട്ടെടുപ്പ് നടത്തി ഈ സെയിം സെക്സ് ബ്ലെസ്സിങ് പ്രൊവിഷൻ പെർമനൻ്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇനി അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിൻ്റെ ആവശ്യമില്ല. സെയിം സെക്സ് പാർട്ട്ണർഷിപ്പിലുള്ളവർക്ക് നേരിട്ട് വന്ന് ബ്ലെസ്സിങ് കൊടുക്കാം എന്ന ഒരു പുതിയ നിയമം ചർച്ചിൻ്റെ അകത്ത് പാസ്സാക്കിയിരിക്കുകയാണ്. ഇത് ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമാകുന്ന ഒരു വാർത്തയാണ്. പ്രത്യേകിച്ചും ഈ ഒരു നടപടി ഇത്ര ശക്തമായിട്ട് ചർച്ച് ഓഫ് വെയിൽസ് എടുക്കാനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ, ഈ ചർച്ച് ഓഫ് വെയിൽസിൻ്റെ തന്നെ ആർച്ച് ബിഷപ്പാകുന്ന മോസ്റ്റ് റവറൻഡ് ചെറി വാൻ എന്ന് പറയുന്ന ഒരു വനിത ആർച്ച് ബിഷപ്പാണ്, വെയിൽസിലെ ആർച്ച് ബിഷപ്പാണ്. ഈ ആർച്ച് ബിഷപ്പ് തന്നെ ഒരു സെയിം സെക്സ് റിലേഷൻഷിപ്പ്, അതായത് ഒരു സിവിൽ പാർട്ട്ണറുമായിട്ട് ദീർഘവർഷങ്ങളായിട്ട് ഒന്നിച്ച് കഴിയുകയാണ്. LGBTQ+ ആ ഒരു കമ്മ്യൂണിറ്റിയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആർച്ച് ബിഷപ്പ്, അവർ തന്നെ ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു ആർച്ച് ബിഷപ്പ്, ഇങ്ങനെയൊക്കെയാണ് ചെറി വാനിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ചെറി വാനിൻ്റെ ഒരു സ്വാധീനം നിശ്ചയമായിട്ടും ഈ ഒരു തീരുമാനത്തിലുണ്ട്. ഈ ഒരു വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞ ശേഷം പത്രലേഖകരോട് ചെറി വാൻ തൻ്റെ സന്തോഷം അറിയിച്ചു. ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ തനിക്കുള്ള, തൻ്റെ കമ്മ്യൂണിറ്റിക്കുള്ള, അല്ലെങ്കിൽ LGBTQ പോലെയുള്ള ആളുകൾക്കുള്ള ഒരു സന്തോഷം അവരെ പങ്കുവെക്കുവാൻ ഇടയായി തീർന്നു. ചുരുക്കി പറഞ്ഞാൽ, ഈ പറഞ്ഞ ചർച്ച് ഓഫ് വെയിൽസ് പോലെയുള്ള ആംഗ്ലിക്കൻ ട്രഡീഷനിലുള്ള ഒരു ചർച്ചാണ്. ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ ആംഗ്ലിക്കൻ ട്രഡീഷനിലുള്ള ചർച്ച് ഓഫ് വെയിൽസിലാണ് ഇത് സംഭവിക്കുന്നത്. എന്താണെങ്കിലും ഇത് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ചോദ്യമെന്ന് പറഞ്ഞാൽ, വേദപുസ്തകം എതിർക്കുന്ന, അല്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനങ്ങളെ തന്നെ, കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനങ്ങളെ തന്നെ, ദൈവം വച്ചിരിക്കുന്ന ഡിവൈൻ ഓർഡറിനെ തന്നെ ലംഘിക്കുന്ന നടപടികൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ പരസ്യമായി എടുക്കുമ്പോൾ അത് എത്ര വലിയ ഡീവിയേഷനാണ്, വചനസത്യങ്ങളിൽ നിന്നുള്ള ഡീവിയേഷനാണ് എന്ന ഒരു വലിയ ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നു. ഇവിടെ ഒരു സാധാരണ വിശ്വാസിയൊന്നുമല്ല ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ കഴിയുന്നത്. ആർച്ച് ബിഷപ്പ് ചെറി വാൻ തന്നെ അങ്ങനെ ഒരു ബന്ധത്തിലാണെന്ന് പരസ്യമായി സമ്മതിക്കുക മാത്രമല്ല, പലപ്പോഴും സർവീസിന് വരുന്നത് ഈ പറഞ്ഞ അവരുടെ ലിവിങ് ഇൻ പാർട്ട്ണറുമായിട്ട്, സിവിൽ പാർട്ട്ണറുമായിട്ട് ഒന്നിച്ചാണ് ഇവരെ ഈ ശുശ്രൂഷിക്കുവാൻ വേണ്ടി വരുന്നത് തന്നെ എന്നുള്ളതാണ് രസം. ഇവിടെ മനസ്സിലാക്കണം, ഈ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ഒരു പാർട്ട്ണറോടൊപ്പമല്ല ഇങ്ങനെയുള്ള ആളുകൾ കഴിയുന്നത്. ഈ സിവിൽ പാർട്ട്നേഴ്സ് എല്ലാം ഈ പറഞ്ഞതുപോലെ സെയിം സെക്സ് ആയിട്ടുള്ള ആളുകളുമായിട്ടാണ് ഒന്നിച്ച് കഴിയുന്നത്. ഇത് വളരെ സങ്കടകരമാകുന്ന ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞുകൊണ്ട് ഗ്ലോബൽ ന്യൂസ് ഡെസ്കിൻ്റെ ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ. ഇങ്ങനെയുള്ള തിന്മകളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ ദൈവം രക്ഷിക്കട്ടെ. പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.